നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂർ എന്ന അത്യസാധാരണവും അഭിമാനകരവുമായിട്ടുള്ള ആ ഒരു മിഷന് ശേഷം നമ്മുടെ ഭാരതീയ സൈന്യം ആംഡ് ഫോഴ്സസ് സംയുക്തമായിട്ട് നടത്തിയ മറ്റൊരു വിജയഗാഥയുടെ തുടർക്കഥയാണ് ഈ വീഡിയോയിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളമാണ് നമ്മുടെ ഭാരതം ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്, എത്രത്തോളം സ്വയം പര്യാപ്തമായിരിക്കുന്നു, എത്രത്തോളം നമ്മൾ നമ്മുടെ സൈന്യത്തിലും നയതന്ത്രത്തിലും ടെക്നോളജികളിലും ഒക്കെ അഡ്വാൻസ് ആയിരിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിലുള്ളവരല്ല, പുറത്തുള്ള പാശ്ചാത്യർ അത്ഭുതം കൂറുകയാണ് ഭാരത സൈന്യത്തിൻ്റെ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധതയ്ക്കും ദേശസ്നേഹത്തിലും അതേപോലെ അവരുടെ ടെക്നോളജിക്കൽ എക്സ്പാൻഷനും എല്ലാം കണ്ട് വിദേശികൾ വരെ സല്യൂട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ തീർത്തും അഭിമാനം തോന്നേണ്ട നിമിഷമാണിപ്പോൾ. നമുക്ക് കടക്കാം ആ വിജയഗാഥയിലേക്ക്. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞതുപോലെ ഏപ്രിൽ 22-ന് പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ തീവ്രവാദികളെല്ലാം കാശ്മീരിലെ ഉൾക്കാടുകളിലേക്ക് വലിയുകയാണ് ചെയ്തത്. കാരണം അകത്തും പുറത്തുമൊക്കെ നമുക്ക് ശത്രുക്കളുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ശത്രു, ആരൊക്കെയാണ് മിത്രം എന്നത് വളരെ സമയമെടുത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരകത്തേക്ക് ചെന്ന് കഴിഞ്ഞു. ഇതിനിടയിൽ ഇവർ ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ ടെക്നോളജി വെച്ചിട്ടാണ് ഇവരുടെ കേന്ദ്രങ്ങളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാറ്റലൈറ്റ് ഫോൺ നമ്മുടെ മൊബൈൽ ഫോണായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന സിഗ്നൽസ് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ജാം ചെയ്തിട്ട് അതിനെ പൂർണ്ണമായിട്ടും ഒരു നാച്ചുറൽ വിസിബിൾ പരിധി, നാച്ചുറലായിട്ട് കിട്ടുന്ന ട്രാക്ക് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ റേഞ്ചിൽ നിന്ന് ഇതിനെ ശരിക്കും എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ കഴിയും. അങ്ങനെ ചെറുതാക്കി കഴിയുമ്പോൾ ഇതൊരിക്കലും സാധാരണക്കാർക്ക്, സാധാരണ സെക്യൂരിറ്റി സിസ്റ്റംസിനൊന്നും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ഫോൺ ഘടിപ്പിച്ചിരിക്കുന്ന മൊബൈലുകളുടെ സിഗ്നൽസ് ട്രേസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചുരുക്കം ചിലയിടങ്ങളിലൊക്കെ, അത് അമേരിക്ക പോലെ റഷ്യ പോലത്തെ കൺട്രീസിലൊക്കെ ഇതിനെയും സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് ട്രേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവരുടെ രാഷ്ട്രത്തിലുണ്ട്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനം തരേണ്ട ഒരു കാര്യം. നമ്മുടെ ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള പല പല പ്രോജക്റ്റിൽ നമ്മുടെ ഭാരതത്തിൽ ഉണർന്ന പല കമ്പനികൾ ഡിസൈൻ ചെയ്ത പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള സിഗ്നൽസ് വരെ ഡീകോഡ് ചെയ്യാനും അതിൽ നിന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ട്രേസ് ചെയ്യാനും നമ്മുടെ സൈന്യത്തിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് സർവൈവലൻസിൻ്റെ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച തീവ്രവാദികളുടെ, അതായത് പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഓഫ് ചെയ്ത ആ സാറ്റലൈറ്റ് ഫോൺ അവർ അറിയാതെ ഒന്ന് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത്. അറിയാതെ അല്ല, ചിലപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി തന്നെ പറയണം, അവർ ഓൺ ചെയ്തു. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ 17 ദിവസത്തിനിടയിൽ രണ്ടാം വട്ടമാണ് ഈ സാറ്റലൈറ്റ് ഫോൺ ഓൺ ആക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ ഇത് എന്തൊക്കെയോ അവർ ചെറിയ വേർഡ്സിലാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഷോർട്ട് ഹാൻഡ് ഒക്കെ കണ്ടിട്ടുണ്ടോ ടൈപ്പ് റൈറ്റിങ്ങിൽ, അതുപോലെ ഏറ്റവും ചെറിയ വേർഡ്സിലാണ് ഇവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഏതെങ്കിലും കോഡ് ഭാഷയോ വളരെ ഗ്രെയിൻസ് ഉള്ള ഇതിൽ കൂടെ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷേ അറിഞ്ഞിടത്തോളം അവർ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഉൾപ്പെടെയുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മുടെ സൈന്യത്തിൻ്റെ ഇലക്ട്രോണിക് സർവൈലൻസ് ടീമിന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതാണ് കാതലായിട്ടുള്ള കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ദേശസ്നേഹികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സപ്പോർട്ട്, അവിടെ ആ ഭാഗത്തൊക്കെയുള്ള ആട്ടിടയന്മാർ ഉൾപ്പെടെയുള്ളവർ, അവർക്ക് തിരിച്ചറിയാൻ പറ്റിയ പല കാര്യങ്ങളും രഹസ്യമായിട്ട് നമ്മുടെ സൈനിക ഓഫീസുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതിനടിസ്ഥാനത്തിലാണ് ഇവർ തീവ്രവാദികളുടെ സാന്നിധ്യം അവിടെ കൺഫേം ചെയ്യുന്നത്. സിഗ്നൽസ് അനുസരിച്ച് ഈ തീവ്രവാദികളുടെ സാന്നിധ്യം മൗണ്ട് മഹാദേവ്, ശ്രീനഗറിലുള്ള മൗണ്ട് മഹാദേവിലാണ് ഇവരുടെ സാന്നിധ്യം കൃത്യമായിട്ട് കണ്ടെത്തിയത്. ഈ മൗണ്ട് മഹാദേവ് എന്ന് പറയുന്നത് ഏതാണ്ട് 13,000 അടി, സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 13,000-ഓളം അടി ഉയരത്തിൽ നിൽക്കുന്ന വലിയൊരു പർവ്വതമാണ്. ഈ മൗണ്ട് മഹാദേവിലാണ് ഇവരുടെ സൈന്യം അടയാളപ്പെടുത്തിയത്. അപ്പോൾ 17 ദിവസത്തിനിടയിൽ 2 വട്ടം ഈ ഫോൺ ഓണായി, അല്ലെങ്കിൽ ഈ ഫോണിൽ നിന്ന് സിഗ്നൽസ് ട്രേസ് ചെയ്യാനായിട്ട് നമ്മുടെ
സ്ഥലത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ മൗണ്ട് മഹാദേവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡച്ചിങ്ഹാമും അതേപോലെ അവിടുത്തെ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട സിനാരിയോനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. പഹൽഗാം പോലെ തന്നെ ലിബ്യാസ് പീക്ക് ഒരു പുൽമേടാണ്. പേരുകൾക്ക് ചെറിയ വ്യത്യാസം കാണാം. അതായത് പഹൽഗാമും ഡച്ചിങ്ഹാമും തമ്മിൽ ഏതാണ്ട് 120 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിനിടയിൽ ആറു എന്ന് പറഞ്ഞൊരു വന്യമൃഗ മേഖലയും കൂടി ഉണ്ട്. പഹൽഗാമിൽ നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ കാട് വഴി ഉൾക്കാട് വഴി പോവുകയാണെങ്കിൽ 40 കിലോമീറ്ററിൽ നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് അവർ വാസം ഉറപ്പിച്ചിരിക്കുന്നത്. ആറു വനമേഖലയും അതേപോലെ ബൈസറൻ വാലി, അത് അനന്ത്നാഗ് ജില്ലയിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻസ് ഒക്കെയാണ് ഇവർക്ക് പലപ്പോഴായിട്ട് തെളിഞ്ഞു വന്നത്. പിന്നെ ഏറ്റവും കണ്ണായ മറ്റൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത്, ഈ സ്ഥലങ്ങളൊക്കെ തന്നെ വളരെയധികം ഡാർക്കാണ്. ഒരു ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും തന്നെ വളരെ കൂനാക്കൂനി ഇരുട്ടുള്ള സ്ഥലങ്ങളാണ്. വിഷൻ കൃത്യമായിട്ട് കിട്ടില്ല. മരം കോച്ചുന്ന തണുപ്പും ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. സ്വാഭാവികമായിട്ടും ചൂടിന് വേണ്ടിയിട്ട് തീ കായാനൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോപ്പ് കൂട്ടും അല്ലേ. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനോ തീ കായാനൊക്കെ ആയിട്ട് ഇവർ തീ കത്തിച്ചിട്ടുണ്ടാവണമെന്ന് തോന്നണം. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം, വേറൊരു ടെക്നോളജി കൊണ്ട് യൂസ് ചെയ്തത് അത് ഡ്രോൺസ് വെച്ചിട്ടാണ്. ഈ ഡ്രോൺസിൽ ഹീറ്റ് വേരിയേഷൻ ദൂരെ നിന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, തീ കത്തിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും ചെറിയ ചൂടുണ്ടാവും. അപ്പോൾ ആ ഹീറ്റ് വേരിയേഷൻ വളരെ ദൂരെ നിന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളുടെ സഹായം കൂടെ ഇവിടെ വഴിത്തിരിവായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഭാരതം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ടെക്നോളജി വൈസ് ആയിട്ടും ഇത്രയും ഹൈ പീക്സിൽ കൂടെ ഈ ഡ്രോണുകൾ ഉയർത്തി അവർക്ക് തീവ്രവാദികളുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ ഹീറ്റ് വേരിയേഷൻസ് അനുസരിച്ച് ആ തീ വരുന്നതിൻ്റെ തീവ്രത, അതിൻ്റെ ഹീറ്റ് വേരിയേഷനൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് റിപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഡ്രോണുകൾക്ക് സാധിച്ചു. അങ്ങനെയാണ് കറക്റ്റ് ലൊക്കേഷൻസിലേക്ക് നമ്മുടെ സൈന്യം എത്തിച്ചേരുന്നത്. തിങ്കളാഴ്ച ഏതാണ്ട് 11:30 നമ്മുടെ സൈന്യം ഈ തീവ്രവാദികൾ വിശ്രമിക്കുന്ന ടെൻറ്റിനടുത്തേക്ക് വളരെ തന്ത്രപരമായിട്ട് എത്തിച്ചേർന്ന് അവർ അവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ വിശ്രമിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 3 പേരായിരുന്നു: സുലൈമാൻ ഷാ, ജിബ്രാൻ, അഫ്ഗാൻ. ഒരാളും കൂടി ഉണ്ട്, അതും അധികം വൈകാതെ പടമാവുന്നുള്ളത് ഉറപ്പാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ സുലൈമാൻ ഷാ, അയാൾ റിട്ടയർഡ് പാകിസ്ഥാൻ ആർമി ഓഫീസറാണ്, അറിയാമല്ലോ. അപ്പോൾ ഓൾറെഡി തന്നെ ആർമിയിൽ ട്രെയിനിങ് കിട്ടിയ ആളാണ്. ഈ LET ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും അപകടം പിടിച്ച ക്യാമ്പായിട്ടുള്ള മുർക്ദി ഹാഫിസ് ക്യാമ്പ് 1988 ഹാഫിസ് സയ്യിദ് എസ്റ്റാബ്ലിഷ് ചെയ്ത മുർദിഗെ ക്യാമ്പ്, അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് പഞ്ചാബിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള മുർദിഗെ ക്യാമ്പ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിട്ടുണ്ട് മാപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഭാരതീയ സൈന്യം. ആ ക്യാമ്പിൽ ആണ് ട്രെയിനിങ് ഇയാൾക്ക് ലഭിച്ചത്. അതുകൂടാതെ ഈ അഫ്ഗാൻ പിന്നെ ജിബ്രാൻ, ഇവർ 3 പേരും അവിടെ വിശ്രമിക്കുകയായിരുന്നു. കൃത്യമായിട്ട് അറിയായിരിക്കും, നല്ല ഉഗ്രമായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. പോരാട്ടത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 90-ൽ പരം വെടിയുണ്ടകളാണ് ഇവരുടെ നേരെ ഓരോരുത്തർക്കുമായിട്ട് സൈന്യം കൊടുത്തത്. അതായത് വയറ് നിറച്ചു കൊടുത്തു നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതെ. ഭാരതത്തിലെ സ്ത്രീകളിലെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആ സ്ത്രീകളുടെ ആ കണ്ണുനീരിന്, അവരുടെ വിലാപത്തിന് കൃത്യമായിട്ടുള്ള മറുപടി അവരർഹിക്കുന്ന രീതിയിൽ, എന്നാൽ തികച്ചും മാന്യമായിട്ട്, തേജോവധം ചെയ്യാതെ, എന്നാൽ കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് നീതിയുടെ, ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രീതിയിലാണ് നമ്മുടെ ഭാരതീയ സൈന്യം അവർക്ക് കൊടുക്കേണ്ട യാത്രയപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് നിന്ന് തന്നെ അവരെ തുടച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. 90-ൽ പരം ബുള്ളറ്റുകൾ ഇയാളുടെ ദേഹത്തിന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തീവ്രമായിട്ടുള്ളൊരു അറ്റാക്ക് അവിടെ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടിവെപ്പുണ്ടായി. പക്ഷേ ഇവിടെയും വലിയൊരു കാര്യം, ഇങ്ങനെയുള്ള സാധാരണ ഉണ്ടാകുന്ന ഇങ്ങനത്തെ എൻകൗണ്ടേഴ്സിലൊക്കെ ഒരുപാട് ജീവഹാനി സംഭവിക്കും. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള ജീവഹാനിയും നമ്മുടെ സൈനികർക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും അഭിമാനകരവും അതേപോലെ തന്നെ ഏറ്റവും ശക്തവുമായിട്ടുള്ള സാധ്യത കൂടിയാണ്. നമുക്കറിയാം, ടാറ്റ ഹോട്ടൽ ബോംബെയിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ കേരളത്തിലുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളെ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈനികന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ആണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തും നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇത്രയും അപകടം പിടിച്ച മിഷനിൽ വളരെ തന്ത്രപരമായി പ്രിസൈസായിട്ട് ദിവസങ്ങൾ ഉറക്കമില്ലാതെ കൃത്യമായിട്ട് ട്രേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രോണിക് സർവൈവൽ ടീമും അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്,
CRPF, അതേപോലെ ഇന്ത്യൻ ആർമി, ഇവർ 3 പേരും സംയുക്തമായിട്ട് ഒരു മനസ്സോടെ മുമ്പോട്ട് പോയതിൻ്റെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഈ ഫലം എന്ന് പറയുന്നത്. അതെ, ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവരെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തിരിച്ചയച്ചിട്ടുണ്ട്, കാലപുരിക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ മാത്രം ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്ത ഒരുപാട് എക്യുപ്മെൻസും ഉണ്ട്. സ്വാഭാവികമായിട്ടും മറ്റ് കാര്യങ്ങളുണ്ടായിരിക്കാം ഇവരുടെ അടുത്ത്. പിന്നെ ഇനി എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്തത്, അതിലേക്കാണ് അടുത്ത് കിടക്കുന്നത്. അപ്പൊ സുലൈമാൻ ഷാഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് ജിബ്രാൻ ആണ്. സോൻമാർഗ് ടണൽ അറ്റാക്ക് ഒക്ടോബർ 20, 2023 നടന്ന സോൻമാർഗ് തുരങ്കത്തിലുണ്ടായ ആ ഒരു ആക്രമണത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ആളാണ് ജിബ്രാൻ എന്ന് പറയുന്നത്. അയാളും A ഗ്രേഡ് LET ടെററിസ്റ്റ് ആണ്. ട്രെയിനിങ് കിട്ടിയ ആളാണ്. ഏറ്റവും മുന്തിയ ഇനത്തിൽ തന്നെ വില പറയാവുന്ന ഒരാൾ തന്നെയാണ് ജിബ്രാൻ. അയാളെയും എന്ത് ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അഫ്ഗാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, ഇവരുടെ ബോഡി എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തത്, ഇവരുടെ ബാഗുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആയുധങ്ങൾ, AK-47 ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രനൈഡുകൾ, അതുപോലെ തോക്കുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതിലൊക്കെയുള്ള ബുള്ളറ്റുകൾ, ഈ ബുള്ളറ്റുകളുടെ പോയിന്റ് പെഹൽഗാമിൽ ഉപയോഗിച്ച ഗൺസിന്റെ ബുള്ളറ്റുകളും ഇവരുടെ കയ്യിലുള്ള ബുള്ളറ്റുകളുടെയും ഏതാണ്ട് മെഷർമെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു തെളിവ് കിട്ടി. പിന്നെ ഇനി പാകിസ്ഥാൻകാർ തന്നെയാണെന്നുള്ളതിന് അവരുടെ ഇലക്ഷൻ ID കാർഡ്, വോട്ടേഴ്സ് ID അത് കിട്ടി. അതേപോലെ പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ്സ് വരെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ബാഗിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എങ്ങനെയാണ് കൂടുതൽ ഇത് ഐഡന്റിഫിക്കേഷൻ ആണ്, ഫോറൻസിക് ഐഡന്റിഫിക്കേഷൻ, ബാലിസ്റ്റിക് ഐഡന്റിഫിക്കേഷൻ. കൂടാതെ കുറച്ചും കൂടെ ഇതിന് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് അന്ന് ആക്രമണത്തിൽ ഇവരെ കണ്ടു എന്ന് പറയുന്ന കുറച്ച് കുടുംബാംഗങ്ങൾ അവർ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തീവ്രവാദികൾക്ക് വഴിയൊരുക്കിയ 2 പേര്, പർവേസ് അഹമ്മദ് ജോധർ, ബഷീർ അഹമ്മദ് ജോധർ. ഈ ഭീകരർക്ക് എല്ലാ സപ്പോർട്ടും നൽകിയ 2 പേര്. അവരെ ഓൾറെഡി NIA പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ നമ്മുടെ ഇതിൽ വെച്ചേക്കായിരുന്നു, നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചേക്കായിരുന്നു. ആ കസ്റ്റഡിയിൽ നിന്ന് അവരെ കൊണ്ടുപോയി അവരെ കൊണ്ട് നോക്കിച്ചിട്ടാണ് കൃത്യമായിട്ട് ഇവർ തന്നെയാണ്. ആരൊക്കെ? ഒന്ന് സുലൈമാൻ ഷാ, പിന്നെ ജിബ്രാൻ, പിന്നെ അഫ്ഗാൻ. ആ 3 പേര് തന്നെയാണ്, അവർ തന്നെയാണ് മരിച്ചിരിക്കുന്നതെന്ന് കൺഫേം ചെയ്തു. ഇനി ഏറ്റവും രോമാഞ്ചം കൊള്ളിക്കുന്ന അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, 9/11 US 2000 ആ സമയത്തുണ്ടായ ട്വിൻ ടവേഴ്സിന് ഉണ്ടായ അറ്റാക്ക് വലിയൊരു തീവ്രവാദി ആക്രമണമായിരുന്നു. അതിന് ആദ്യം അതിൻ്റെ മാസ്റ്റർ ബ്രെയിനെ കണ്ടെത്താനായിട്ട് US 18 മാസമാണ് എടുത്തത്, 18 months. അതിനുശേഷം ഇതിന്റെ ഘാതകരെ ട്രാക്ക് ചെയ്ത് കൊല്ലാനായിട്ട്, അവരെ ഇല്ലാതാക്കാൻ, ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനായിട്ട് 10 വർഷത്തിൽ പരം കഠിനമായിട്ട് US സേന പ്രവർത്തിച്ചു. ഇതേപോലെ തന്നെയാണ് ഇസ്രായേലിനും റഷ്യ ഉൾപ്പെടെയുള്ള വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള രാജ്യങ്ങൾക്ക് വരെയും ഒരുപാട് സമയം എടുത്തിട്ടാണ് അവർ തിരിച്ചുള്ള ഒരു ആക്രമണങ്ങളും അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു റെവഞ്ച് അതൊക്കെ വീട്ടുന്നത്. ഇസ്രായേൽ, റഷ്യ, US ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ ടൈം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടി വന്നത്, നമ്മുടെ ഭാരതത്തിനെ തൊട്ടപ്പോൾ നമുക്ക് വേണ്ടി വന്ന ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് ഓപ്പറേഷൻ മഹാദേവിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്ക് തൊട്ട് ഈ ഓപ്പറേഷൻ മഹാദേവ് സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിലേക്കുള്ള ദൂരം കേവലം 97 days, 97 ദിവസമാണ്. ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുന്ന ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് അഭിമാനിക്കണം നമ്മുടെ ഭാരതീയരായിട്ട്. ഇത് പറയുന്നത് ആരാണെന്നറിയോ? US യുദ്ധകാര്യ വിദഗ്ധനായിട്ടുള്ള ജോൺ സ്പെൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. എ ന്യൂ ഇന്ത്യ ഹാസ് എമേർജ്ഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഒന്ന് കേൾക്കാം. John Spencer, the well-known US warfare expert, praised India's execution of Operation Mahadev, calling it a textbook example of special forces' success in very tough mountainous terrain. He highlighted that Indian forces used multiple elements, special forces, commandos, and intelligence fusion for a high-risk night operation, killing 3 terrorists, including the Pahalgam attack mastermind, with precision and speed. Spencer said, India's actions showed superior planning, adaptability, professionalism, and restraint,
setting a new global benchmark in counter-terror operations. He believes this operation proves India's forces can conduct pinpoint cross-agency action even in restricted, dangerous locations, and that this sends a clear message of deterrence to adversaries. ഇതാണ് ജോൺ സ്പെൻസർ നമ്മളുടെ ഓപ്പറേഷൻ സിന്ധൂർ ആൻഡ് മഹാദേവിനെ കുറിച്ച്, അമേരിക്കൻ യുദ്ധകാര്യ വിദഗ്ധനായിട്ടുള്ള ആള്. ചില്ലറക്കാരെല്ലാവരൊന്നും അറിയാലോ. എത്രത്തോളം അതിശയകരമായിട്ടാണ് അവർ ഭാരതത്തിന്റെ ടെക്നോളജിയെയും അതേപോലെ സൈന്യത്തെയും അവർ സല്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാത്രം ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല പല ന്യൂസുകളും പല പല കാര്യങ്ങളും വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇത്രയും ഷൈനിങ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് നമ്മൾ ഓരോരുത്തരും മറന്നു പോകുന്നു എന്നുള്ളത് വലിയൊരു നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വൈകിയ സമയത്തും ഈ ഒരു കോണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. യെസ്, നമ്മുടെ ഭാരതം മാറുകയാണ്. പുതിയ പുതിയ തലങ്ങളിലേക്ക്, നയതന്ത്രത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് ഭാരതം മാറുകയാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് 2 അടി കൂടുതൽ കൊടുക്കുക എന്ന് ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞ ഭഗവാൻ, രാഷ്ട്രത്തിന് വേണ്ടി പോരാടേണ്ടത് നിന്റെ ധർമ്മമാണ് അർജുന എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മഹാനാത്മാരായിട്ടുള്ള ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിന്റെ ധർമ്മത്തിനെ ഒരാൾ ആവശ്യമില്ലാതെ ചൊറിയാൻ വന്നിട്ട് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു കൂട്ടം സിംഹക്കുട്ടികളുടെ പേർവാഴ്ച നടക്കുന്ന രാഷ്ട്രമാണ് ഭാരതം എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഭാരതം എന്ന പേര് കേട്ടാൽ പുളകിതമാകണം അന്തരംഗ, രക്തം തിളയ്ക്കണം എന്നൊക്കെ വള്ളത്തോൾ നാരായണമേനോൻ പാടിയതുപോലെ, മഹാന്മാർ പാടിയതുപോലെ ഓരോരോ കോശങ്ങളിലും വിടരട്ടെ നമ്മുടെ രാഷ്ട്രസ്നേഹത്തിന്റെ അലയൊലികൾ. ഈ അഭിമാനകരമായ നിമിഷത്തിൽ നമുക്ക് ഏവർക്കും നമ്മെ വിട്ടുപോയ ധീരദേശാഭിമാനികളും അതേപോലെ എല്ലാവർക്കും നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ, അതുപോലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തരമായ കർമ്മത്തിലേറ്റിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരന്മാരായിട്ടുള്ള സൈനികർക്കും അവരുടെ ഉദ്യോഗസ്ഥർക്കും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിലൊരു സല്യൂട്ട് അർപ്പിക്കാം. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്.